ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമുണ്ട് കരളേ, ഉമ്മ വെച്ചുണർത്താൻ നിന്നെ മോഹമുണ്ടു കരളേ. ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമുണ്ടു കരളേ, ഉമ്മ വെച്ചുണർത്താൻ നിന്നെ മോഹമുണ്ടു കരളേ. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം തകതിമിയാടി, ഇമകളെന്തു ഭംഗി നിന്റെ കവിളിലെന്തു കാന്തി, തരളമാം ഹൃദയമാം നിന്റെ മോഹമെന്തു ഭംഗി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് 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 ഹായ്. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഓർക്കാട്ടൊരു ചന്തയിലേക്കാട്ടോ. നമ്മളെ നാട്ടില് ഓർക്കാട്ടേരി, അതായത് അമ്പലത്തില് ഒരു ഉത്സവം കേട്ടോ. ഈ ഓർക്കാട്ട് ചന്ത എന്ന് പറയുന്ന ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു മേളയാണ് ഈ ഓർക്കാട്ടേരി ചന്ത എന്ന് പറഞ്ഞാൽ. വളരെ പേര് കേട്ടോ, അതായത് മലബാറിൽ തന്നെ വെച്ച് ഏറ്റവും വലിയ മേള എന്ന് വേണമെന്നിട്ട് പറയാം. അതാണ് കേട്ടോ ഓർക്കാട്ടേരി ചന്ത എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ വേറെ വൈബ് വേറെ ലെവലിൽ പറയാനില്ല. അത് അത്രയ്ക്ക് വലിയൊരു സംഭവം കേട്ടോ. അത് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോന്ന് കാണുന്ന സംഭവത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. കണ്ട് മനസ്സിലാക്കണം. കാരണം അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സംഭവമല്ല ആ മേള എന്ന് പറഞ്ഞാൽ. അത്രയൊക്കെ വിശാലമായ സ്ഥലത്ത് ആണ് ഈ ഒരു മേള നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഓർക്കാട്ടേരി ഭഗവതി ക്ഷേത്രത്തിലുള്ള ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ടോ. ഫസ്റ്റ് അവിടെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് കൊടിയേറ്റ് കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം പണ്ട് കന്നുകാലി ചന്തയായിരുന്നു കേട്ടോ. ഇത് തുടക്കത്തില് കന്നുകാലികളാ. പണ്ട് നമ്മള് വയലൊക്കെ പൂട്ടാനൊക്കെ ആയിട്ട് ഈ കാളകളൊക്കെ ഉപയോഗിക്കുക. അന്ന് എന്താ പറയാ, അവശനായ കാളകളെ ചന്തയിൽ കൊണ്ടുപോയി മാറ്റി നല്ല കാളകളെ വാങ്ങുന്ന ഒരു ചന്ത അതായിരുന്നു കേട്ടോ പണ്ട് തുടക്കത്തിൽ, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ. അത് പിന്നെ ചെറുതായി ചെറുത് വലുതായി ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് മാറി കേട്ടോ. അത് പിന്നെ വളച്ചന്തയായി, വളച്ചന്ത പിന്നെ മേളയായി. അങ്ങനെ എന്താ പറയാ, ഭയങ്കര സംഭവം കേട്ടോ. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഈ ചന്തയിൽ പോകാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ നമ്മള് ഈ മണ്ണ് എന്താ പറയാ കട്ട വീടും അതുപോലെ തന്നെ ഓലൊക്കെ വെച്ച വീടല്ലേ. അപ്പൊ ഞങ്ങളുടെ വീടും അതുപോലെ തന്നെയാണ്. അപ്പൊ തുടക്കത്തില് മേൽക്കൂര ഓലയും അതുപോലെ തന്നെ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കി കട്ടയും, നിലാണെങ്കിൽ നമ്മൾ ചാണകം മെഴുകിയിട്ടുള്ള നിലമായിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, അന്നൊക്കെ നമ്മള് മണ്ണിന്റെ ഒരു തൂത്തി കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ തൂത്തി നമ്മളെ വീടിന്റെ ഉള്ളിൽ ഒരു കുഴി കുത്തിയിട്ട് അതിന് മണ്ണിന് ലെവലാക്കിയിട്ട് നമ്മളിങ്ങനെ കുഴിച്ചിടും. എന്നിട്ട് കിട്ടുന്ന പൈസ, ഓരോ തുണ്ട് പൈസയും നമ്മൾ എന്ത് ചെയ്യും, ഈ തൂത്തി എന്ന് പറയുന്ന സാധനത്തിൽ കൊണ്ടുവിട്ടാ. എന്തിനാ കൊണ്ടുവരുന്ന വെച്ചാൽ ഈ ചന്തയിലേക്ക് പോകാൻ വേണ്ടിട്ടാ. ഇത് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാ? ഈ തൂത്തിയിൽ പൈസ ഇടാൻ, തൂത്തിയിൽ പൈസ ഇടുവോ? അല്ല അങ്ങനെ ഈ മേള അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? അതാണ് നൊസ്റ്റാൾജിയ വേണം മോളെ, നൊസ്റ്റാൾജിയ വേണം. അപ്പൊ അത് ഈ ചന്തയിലേക്ക് പോകാനായിട്ട് അങ്ങനെ പൈസ ഞങ്ങൾ ശേഖരിച്ച് വെക്കട്ടാ. അങ്ങനെ എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ അച്ഛനും പിന്നെ അമ്മയൊക്കെ കൂടി നേരെ ഈ ചന്തയിലേക്ക് കൊണ്ടുപോയി പൈസയൊക്കെ എടുത്ത് ഞങ്ങൾ പോയിട്ട്, അന്ന് മെയിനായിട്ട് പണ്ട് എന്താ പറയാ, ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ. ഇന്ന് ഈ ജനറേഷൻ ചിലപ്പോൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. അതായത് ഒരു ബോട്ട് ഉണ്ട് വെള്ളത്തിൽ ഓടുന്ന ചെറിയൊരു കുഞ്ഞു ബോട്ട്. അതിന്റെ ബേക്കിൽ ഇങ്ങനെ തീ കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ പോട്ടാ ആ ഒരു ബോട്ട്. അതുപോലെ കോട്ടി, അന്നത്തെ അങ്ങനെ ഒരുപാട് സംഭവം. പിന്നെ ഇങ്ങനെ ഉന്തി കൊണ്ടുവന്ന് കിടികിടെന്ന് പറഞ്ഞ കുറെ വണ്ടികൾ, അങ്ങനെ സംഭവം പണ്ട്. ഇപ്പൊ അതൊക്കെ മാറി വേറെ ലെവൽ, ഹൈ ലെവലിലേക്ക് റിമോട്ട് കാർ, അങ്ങനെ സംഭവം സെറ്റപ്പ് ആയി പോയി. പറ്റി കാര്യമില്ല, കാലം മാറി, നമ്മളും മാറി. എന്ത് ഈ ഫാൻസി കടയൊന്നും പണ്ടില്ലായിരുന്നു. ഇപ്പല്ലേ ഫാൻസി കടയെല്ലാം വരുന്നത്. അപ്പൊ ഇതേപോലത്തെ ചന്ത പോലെ തന്നെ ഞങ്ങളുടെ അവിടെ പുൽപ്പള്ളി ഉത്സവമുണ്ട്. ഇന്നലെ കണ്ണെല്ലാം ചുമന്നിരിക്കുന്നു. അത് പറയാൻ മറന്നു. ഇന്നലെ ഗായ്സ് നമ്മളെ വീടിന്റെ അടുത്ത് കാക്കന്നൂർ ക്ഷേത്രത്തിലെ തെറമോത്സവം കേട്ടാ. അപ്പോൾ 2 ദിവസമായിട്ട് അതിന്റെ ഫുള്ള് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ നമ്മളെ വീട്ടില് ചെറുതായിട്ട് നമ്മൾ വൈറ്റ് വാഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ മറന്നുപോയി. സംഭവം എന്താണെന്നറിയോ, നമ്മൾ തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി അല്ലേ ഗൈസ്? മറന്നുപോയല്ലേ? മറന്നുപോയി ഗൈസ്. നമ്മൾ വീട് മൊത്തം പെയിന്റ് അടിച്ചു, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ അതുപോട്ടെ. അപ്പൊ എന്തായാലും നമ്മളിനിപ്പോ നേരെ ഇനിയിപ്പോ കളകള പറഞ്ഞ് എന്താക്കുന്നില്ല, നേരം കളയുന്നില്ല. നേരെ താഴത്ത് ധ്യാനൂസുണ്ട്, അമ്മയുണ്ട്, അതുപോലെ ആപ്പന്റെ ഭാര്യ ഉണ്ട്, ആപ്പനുണ്ട്. ആപ്പൻ മീൻസ് അച്ഛന്റെ ഏറ്റവും ഇളയ അനിയനാണ് കേട്ടോ. പിന്നെ ആപ്പന്റെ ഭാര്യ എന്ന് പറയുന്നത് അച്ഛന്റെ നേരെ
ഇളയതായിട്ട് വേറൊരാളുണ്ട് കേട്ടോ, രാജൻ എന്നാണ് പേര്. ഓറ ഭാര്യയുണ്ട് ലത എന്ന് പറയുന്നത്, പിന്നെ ഓറ മോന്റെ ഒരു കുട്ടിയുണ്ട് നൈനിക എന്ന് പറയുന്നത്, പിന്നെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് മിജീഷ് ഉണ്ട്, മിജീഷിന്റെ വൈഫ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സെറ്റ് ആയിട്ട് കേട്ടോ നമ്മൾ ചന്തയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വേറെ വൈബ് സാധനങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യണ്ട, മാക്സിമം വീഡിയോ കണ്ടോ, കാരണം ഒട്ടും എന്താവൂല, മുഷിപ്പ് വരൂല, ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമില്ല, നമ്മൾ എന്തായാലും വീഡിയോ കാണുന്നില്ല, അപ്പൊ ജസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ക്ലിക്ക് ലൈക്ക്, പിന്നെ കുഞ്ഞൊരു കമന്റ്, എന്തേലും നമ്മൾ ആ വീഡിയോനെ പറ്റിയുള്ള ഒരു കമന്റ്. അതിങ്ങനെ നമ്മൾ വീഡിയോ എന്താ പറയാ അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ളൊരു നമുക്കൊരു എന്താ പറയാ ആ കമന്റ് ഒക്കെ കാണുമ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ആവേശം കിട്ടും അല്ലേ ജിത്തു? അതുപോലെ ലൈക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇത്ര ലൈക്ക് കിട്ടിയ. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ നല്ലതാണ് ഞങ്ങൾ ലൈക്ക് ചെയ്യുന്നത്. അപ്പം സത്യത്തെ പറയില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ അറിയുള്ളൂ. അതാട്ടോ നമ്മൾ ഇങ്ങനെ ഒരു സാധാരണ ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. വലിയ വലിയ എന്താ പറയാ DSLR ക്യാമറ വെച്ചിട്ട് പ്രൊഫഷണൽ ടീംസിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്ന ടീമൊന്നുമല്ല. നമ്മൾ ചെറിയ ടീംസാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞു ലൈക്ക്, പിന്നെ കുഞ്ഞു കമന്റ്, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആട്ടോ കാര്യങ്ങൾ. അപ്പൊ ഇനി എന്താക്കുന്നില്ല, പറഞ്ഞു നേരെ മുഷിപ്പിക്കില്ല. പിന്നെ വീഡിയോന്റെ കുറച്ച് ലെങ്ത് ജാസ്തി ആയിരിക്കട്ടെ എന്ന്, കാരണം എന്താണ് ഒത്തിരി കാണിക്കാനുണ്ട്, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി കാണിക്കാനുണ്ട്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമയോടെ കാത്തിരുന്ന് ഒന്ന് കാണാട്ടോ. അപ്പൊ നേരെ നമുക്ക് വിടാം. നേരെ തമ്മേന് മറ്റെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണാം. നേരെ വണ്ടി എടുക്കണം, ഒറ്റ പോകും. അപ്പൊ ജിത്യന്റെ ഒരുക്കത്തിന് വേണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന. ജിത്യ ഒരുങ്ങി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ധ്യാനം ഒരുങ്ങി കഴിഞ്ഞ് നമ്മളെ മെയിൻ്റെ കൃഷിന്റെ ടാങ്കിന്റെ അത് കുറച്ച് തവള കുഞ്ഞുണ്ടല്ലോ, അതിനെ പിടിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കൊണ്ട് കാണി അതിൽ കൊണ്ടിടാൻ പാടില്ല കേട്ടോ. അപ്പിയാ അതിലിടറ് നിലത്തിട്ട് നിലത്തിട്ട്. ഇത് ചത്ത മീനാ, ചത്ത മീനല്ല, അത് നേരെ ഇങ്ങനെ ഒഴുകി പോകും. അപ്പൊ നമ്മൾ ഓർക്കാട്ടിൽ നമ്മളെ ചന്തേന്റെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു വിധത്തിലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, കാരണം അമ്മാതിരി ബ്ലോക്കാണ്. റോഡ് സൈഡിൽ ഏകദേശം 1 കിലോമീറ്റർ ഇപ്പറാട്ടോ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് കണ്ടോളെ, ഞാൻ വണ്ടി വെച്ചിരുന്ന സ്ഥലം കണ്ടോ. അപ്പൊ അങ്ങ് ദൂരത്ത് അങ്ങ് ആ മരത്തിന്റെ ചോട്ടൊന്ന് പാർക്കിംഗ് ചെയ്ത് തുടങ്ങിയാണ്. നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത് ഇവിടെ ജസ്റ്റ് നമുക്കൊരു സ്ഥലീയ സ്പേസ് കിട്ടുകൊണ്ട് നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ 2 സൈഡിൽ ഫുള്ള് ബ്ലോക്കാണ്. ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററിന്റെ അടുത്ത് നമ്മൾ എന്താക്കണം, നടന്ന് പോകണം കേട്ടാ. കാരണം അത്രയും ദൂരത്താണ് വണ്ടി പാർക്കിംഗ് ഉള്ളത്. പിന്നെ പേ പാർക്കിംഗ് ഉണ്ട്. പേ പാർക്കിംഗ് ഒക്കെ ഫുള്ളാന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഇന്ന് നമ്മള് ശനിയാഴ്ച കേട്ടോ നമ്മളിവിടെ വരുന്ന. നാളെ എന്ന് പറഞ്ഞാൽ നാളെ ഇതിന്റെ വേറെ ലെവൽ സംഭവമായിരിക്കും. കാരണം നാളെ ഈ ഭാഗത്തേക്ക് അടുക്കാനേ പറ്റൂല. കാരണം പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, പൂഴി വാരിയിട്ടാ കാണാത്ത ജനങ്ങൾ. അപ്പൊ അതാണ് ശരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പൂഴി വാരിയിട്ടാ കാണാൻ പറ്റാത്ത ജനങ്ങളെ നമ്മൾ ഇന്ന് കാണാൻ പോവാണ് ഗൈസ്. കണ്ടോളൂ നിങ്ങള്. അപ്പൊ ഇതാട്ടോ ഇവിടെ തന്നെ ഇത്രേ റഷായി. 2 സൈഡ് റോഡ് ഫുള്ള് വണ്ടിയാട്ടോ. 2 സൈഡ് റോഡ് ഫുള്ള് വണ്ടിയാണ്. ഇനിയിപ്പോ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, അവിടുത്തെ അവസ്ഥ വേറെ ലെവൽ അവസ്ഥയായിരിക്കും. അമ്മയും ആപ്പനും അതേപോലെ തന്നെ ലതാച്ചും ജിത്തിയൊക്കെ മുന്നിലിങ്ങനെ നടക്കുന്നത് കേട്ടോ. കാരണം ഞാൻ അവിടെ വണ്ടി വെക്കുന്ന സമയത്ത് നിങ്ങൾ നടന്നോ, ഞാൻ വണ്ടി വെച്ചിട്ട് നോക്കിയിട്ട് വരാം, നിങ്ങൾ നടന്നോ, കുറേ നടക്കുന്നില്ലേ എന്ന്. അപ്പോൾ ഏകദേശം അവരും കിട്ടി. ഞാൻ അവരുടെ അടുത്ത് വീട്ടിൽ നടന്നിട്ട് കിടച്ചിട്ട് രക്ഷയില്ല. സംസാരം കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇതൊരു പേപ്പാറിംഗ് ആണേ. പേപ്പാറിങ്ങിന്റെ അവസ്ഥ ഉണ്ടാ ഫുള്ള് വണ്ടി. ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യാനാ? ഷോർട്ട് കട്ട് എടുത്തോട്ടോ ഗൈസ്. നമ്മള് ഹൈവേ റോഡ് കൂടി പോകാണ്ട് കള്ളി ഷാപ്പിന്റെ സൈഡിൽ കൂടി. അപ്പോൾ സൈഡിൽ കൂടി നമ്മളിങ്ങനെ ഷോർട്ട് കട്ട് എടുത്തോട്ടെ. ഫുള്ള് പേപ്പറിംഗ് ആണ്. പേപ്പറിംഗ് ഫുള്ളാട്ടോ. വണ്ടി കാര്യങ്ങൾ ഫുള്ളാണ്. ഇതും പേപ്പറിംഗ് ആണ്. ഇത് ഫുള്ളാട്ടോ. നമ്മുടെ കള്ളി ഷാപ്പിന്റെ സൈഡിൽ കൂടി ചെറിയ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്മെല്ല് കൊണ്ട് എനിക്ക് കിക്കാവോന്ന് അറിയില്ല. കള്ളി ഷാപ്പ് കിട്ടോ നല്ല മണമുണ്ടല്ലോ കള്ളിന്റെ. നമ്മളങ്ങനെ ചന്തേന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ തൊട്ടടുത്ത് വലിയ ബീച്ച് തൊട്ടില്, അതുപോലെ മരണക്കിണറ്, റോഡ് തൊട്ടില് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഷോർട്ട് കട്ടാ, ഷോർട്ട് കട്ട് ചളി ചളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സൈഡ് വയലാട്ടാ. അപ്പോൾ മച്ചന്മാരെ, ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞില്ലേ, പൂയി വാരിയിട്ടാ കാണാൻ പറ്റാത്ത ജനങ്ങളായിരിക്കും ഞങ്ങൾ ഓർക്കാട് ചന്തയിൽ നിന്ന് കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞു, ജനസാഗരം എന്ന് പറഞ്ഞ കുന്നോളം ജനങ്ങൾ. എന്താ പറയുക, അമ്പോ പറയാൻ വാക്കുകളില്ല. കാരണം അമ്മാതിരി തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കാണ്. നോക്കുന്ന ഞങ്ങൾ എന്താ തിരക്കുന്ന പീറ്റത്തൊട്ടിൽ, തോണിത്തൊട്ടിൽ. അമ്പോ തോണിത്തൊട്ടിലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ വൈബ് എന്നറിയാം. കാരണം ഭയങ്കര വലുപ്പമാണ് ഇവിടുത്തെ തോണിത്തൊട്ടിലിന്. അപ്പോൾ അതേപോലെ തന്നെ മരണക്കിണറാണ്, 2 അട്ടിയുള്ള മരണക്കിണർ. പിന്നെ പീറ്റത്തൊട്ടിലിൻ്റെ കാര്യം പറയണ്ട. പീറ്റത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയ ആകാശത്തൊട്ടിൽ പോലത്തെ വലിയ പീറ്റത്തൊട്ടിലാട്ടോ ഇവിടെയുള്ള. അപ്പോൾ 1 അല്ല 2 അല്ല 3 പീറ്റത്തൊട്ടിലാട്ടോ ഇവിടെയുള്ള. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കണ്ട, അപ്പോൾ ഞാൻ ജിത്തു പറഞ്ഞു അവൾക്ക് നമ്മുടെ ഈ ഒരു ഡ്രാഗണിൽ കയറിയിട്ട് ഒന്ന് കറങ്ങണം എന്ന് പറഞ്ഞു. ജിത്തുവിനല്ല, ധ്യാനൂസിനാണ് കറങ്ങണം എന്ന് പറഞ്ഞത്. അപ്പോൾ ജിത്തുവിനെ ജസ്റ്റ് ആയാലൊന്ന് കയറ്റി കേട്ടോ. ധ്യാനൂസ് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയല്ലേ. അപ്പോൾ നൈനീനെയും പിന്നെ നമ്മളെ ജിത്തുവിനെ അതിലേക്ക് കയറ്റി അതിൻ്റെ കറക്റ്റ് ഷോട്ട് അടുത്ത് പോയി നിന്നിട്ട് എടുക്കണം കേട്ടോ. എന്നാലും മാത്രം അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. ഈ ഒരു പാളത്തിന് നമ്മൾ കൂടെ ഇങ്ങനെ കറക്റ്റ് അങ്ങനെ കൊഞ്ചി വരുന്നതൊക്കെ എന്ത് രസമാണെന്ന് നോക്കി. ഡ്രാഗൺ എങ്ങനെ കൊഞ്ചി വരുന്നുണ്ടാ. പക്ഷേ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഒന്ന് കൊഞ്ചി വരുന്നത്. സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്പീഡ് കറങ്ങൂട്ടാ. അപ്പോൾ അവരെ ധ്യാനസിനെല്ലാം എന്താ പറയുക, അവരുടെ ഒരു ഞാനൊക്കെ കുഞ്ഞൻ കാലത്തൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ എൻ്റെ അച്ഛനും അതുപോലെ അപ്പൻ്റെ കൂടെയും പിന്നെ അങ്ങനെയൊക്കെ വന്നിട്ട് കയറുന്നില്ല. അപ്പോൾ അവനെ ഇപ്പോൾ നമ്മളെ കൊണ്ടുപോണ്ടേ, അവന് പറയുന്നതൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതാണല്ലോ നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനൊന്ന് കയറ്റി, അവൻ്റെ സന്തോഷമാണല്ലോ നമ്മൾ ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ ആ ഡ്രാഗണിലൊക്കെ കയറ്റി തിരിച്ച് ഞങ്ങൾ നേരെ അതിൽ നിന്ന് ഇറങ്ങി നമ്മളെ ആൾക്കാരുടെ ജനങ്ങളുടെ സൈഡ്. ഇതിപ്പോൾ പിന്നെ മറ്റൊരു കാര്യം, ഇതിപ്പോൾ ചന്തേൻ്റെ ബേക്ക് സൈഡിലൂട്ടാണ് നമ്മൾ വന്ന, ഫ്രണ്ട് സൈഡിൽ കൂടി അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ബേക്ക് ഭാഗത്താണ് എത്തിയത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അത് വേറെ ലോകമാണ്, വേറെ വൈവാണ് മക്കളെ, അതൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബേക്ക് സൈഡിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കാറുണ്ട്, ആനയുണ്ട്, ഒട്ടകുണ്ട്, മയിലുണ്ട്, കുതിരയുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. അതൊക്കെ ഉള്ളതാണ് ഗൈസ്, നിങ്ങൾ നോക്കിക്കോ. ഇത് നമ്മളെ ഫുഡ് കോർട്ടാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം, ജാനൂസിന് വന്ന പാടന്നെ നമ്മളെ കോളിഫ്ലവർ പൊരിച്ചില്ല അത് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ പൊരിച്ച വാങ്ങാമെന്ന് വെച്ച് കേട്ടോ. നേരത്തെ നമ്മൾ അവിടെ വേറെ തോണിത്തൊട്ടിലുണ്ട്, ഇവിടെ വേറെ തോന്നിട്ടുണ്ട്. എന്തൊരു ബ്യൂട്ടി എന്നൊക്കെ ആ ഒരു തോണിത്തൊട്ടിൽ കാണാനായിട്ട് ഒട്ടാകലായിട്ടിട്ട്. ഇപ്പോൾ കറങ്ങുന്നില്ല, കറങ്ങുന്ന സമയത്ത് ഇതിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ കറങ്ങുന്നതും കറങ്ങാത്തതായിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മളിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വീഡിയോ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ജാനൂസിന് പിന്നെ കോളിഫ്ലവർ പൊരിച്ച വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കോളിഫ്ലവർ പൊരിച്ചത് വാങ്ങുന്നതാണ് കേട്ടോ. അതുപോലെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ഇവിടെ ഇതിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ ഇവിടെ വന്നിട്ട് നമ്മളെ പൊട്ടറ്റോ ഇങ്ങനെ കറക്കിയിട്ട് അതിൻ്റെ മുകളിൽ മയോണീസൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. മഴക്കിണർ സ്റ്റാർട്ടായിട്ടുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് അക്വാ പാറ്റ് ഷോപ്പിലേക്കാട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ പക്ഷികളും മൃഗങ്ങളും പെറ്റ്സ് ആനിമൽസും അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ കേട്ടോ പോകേണ്ട. കൗണ്ടർ 60 രൂപ കേട്ടോ ഒരാൾക്ക്. പിന്നെ എന്താ വെച്ചാൽ ഇവിടുത്തെ വേറെ പ്രശ്നം എന്ന് പറയാം, നമ്മൾ ഇവിടത്തേക്ക് വരുമ്പോൾ നമ്മൾ പൈസ നല്ല രീതിയിൽ പൊട്ടുട്ടാ. കാരണം എല്ലാത്തിനും ഇപ്രാവശ്യം നല്ല രീതിയിൽ ഇവർ പൈസ കൂട്ടിയിട്ടുണ്ട്. എല്ലാ അമേസിങ്ങിനും എല്ലാത്തിനും 100 രൂപ കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല. എല്ലാത്തിനും 100 രൂപ കേട്ടാ. അപ്പോൾ ധ്യാനൂസിനൊന്ന് നമ്മളെ പൂച്ചക്കുട്ടിനെ തുടർന്ന് പറഞ്ഞിട്ട് അവനൊന്ന് തൊടിച്ചാണ്. അതുപോലെ ഇഗ്വാനെ തുടർന്ന് പറഞ്ഞിട്ട് ധ്യാനൂസിനെ കൊണ്ട് പേടി അവന്. അപ്പോൾ അവനെ കൊണ്ടൊന്ന് തുടർന്ന് പറഞ്ഞിട്ട് അവൻ തൊടിച്ച് ജയിത്തിനെ കൊണ്ടൊന്ന് വീഡിയോ എടുപ്പിച്ചേട്ടാ. അപ്പോൾ ഇഗ്വാനെ തൊട്ട് അപ്പോൾ പൂച്ചക്കുട്ടിയെ തുടർന്ന് തന്നെ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ നേരെ ഉള്ളിലേക്ക് കയറണം കേട്ടോ. ഉള്ളിലേക്ക് കയറുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി എന്താ പറയുക, ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടിയുള്ള എൻട്രി ആട്ടോ ഇവിടെയുള്ള സെറ്റ് ചെയ്തിട്ടുള്ള. ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് നേരെ നമ്മൾ എത്തുന്ന ഒരു എന്താ പറയുക അക്വേറിയത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കേട്ടോ. വലിയ വലിയ മീനുകളൊക്കെ കാണുന്ന അക്വേറിയം കാണണ്ട. ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ അരാപ്പയ്മ പോലത്തെ വലിയ വലിയ മീനുകൾ, അലിഗേറ്റർ, അരാപ്പയ്മ അതുപോലത്തുള്ള വലിയ വലിയ മീനുകളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഒരുപാട് മീൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് മീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള മീൻ. അപ്പോൾ ഇതിലെ പുറത്തുള്ള ഡയലോഗ് കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ ഒരിക്കലും ഇത് ഭയങ്കര സംഭവമാണ്, നമ്മളിതുവരെ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ എന്നാലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ തന്നെ ഭയങ്കര സംഭവമായിട്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഇതിൽ കയറ്റി ധ്യാനസ് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാ. നമ്മളെ മീനിനെയും അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പെറ്റ് ആനിമൽസും അതുപോലെ നമ്മളെ വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് പടച്ചോനറിയ കാര്യം നോക്കട്ടെ, മൊത്തം കാണട്ടെ, എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കാലിയാട്ടോ, ഇത് കാലിയാണല്ലോ ഈ അക്വേറിയോ നമ്മളെ പറ്റിക്കുന്ന പരിപാടി ഒന്നോട്ടെ. ഇത് നമ്മളെ ഈ വാഗയല്ലേ, പുലിവാഗ എന്ന് പറയുന്ന സാധനമല്ലേ ഇത്. പുലിവാഗ കേട്ടോ, ഇത് പുലിവാഗയാണ്. അപ്പോൾ പുലിവാഗ ഉണ്ട്.
ആ ഇതും പുലിവാകയാണല്ലോ. ഇവിടെ ഒരു പുലിവാക, ഇവിടെ ഒരു പുലിവാക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അക്വേറിയത്തിൽ കാണുന്ന സാധാരണ നമ്മളെ ഷോപ്പ്സ് കാണുന്ന ഒരുപാട് ഇത് നമ്മളെ മറ്റേ ആഫ്രിക്കൻ മുഷുവിൻ്റെ വേറെ ടൈപ്പ് അല്ല, ക്യാറ്റ് ഫിഷ് അല്ല ഇത് ക്യാറ്റ് ഫിഷ് ആട്ടോ, ആഫ്രിക്കൻ മുഷു അല്ല, ക്യാറ്റ് ഫിഷ്. ഇത് നമ്മളെ സാധാരണ നമ്മളെ ഇതാട്ടോ, അതായത് എന്താ പറയുക, പേര് മറന്നുപോയല്ലോ, ഓസ്കാറാ അല്ലല്ലോ, ഓസ്കാർ അല്ലല്ലോ, അതിൻ്റെ പേരെന്തായിരുന്നു, അയ്യോ പേര് മറന്നു, പോട്ടെ. ഓസ്കാർ ഇവിടെ ഉണ്ട് കേട്ടോ, ഓസ്കാർ അവിടെ അല്ല ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം മീനിൻ്റെ സൈഡാട്ടോ, ഈ ഒരു സൈഡ് മൊത്തം മീൻ, രണ്ട് സൈഡിലും മീൻ, പലതരത്തിലുള്ള അക്വേറിയം മീനുണ്ട്. അതുപോലെ നമ്മളെ വൈൽഡ് മീനുകളുണ്ട് കേട്ടോ. വൈൽഡ് മീൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അക്രമികരായിട്ട് മീനുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ അക്വേറിയത്തിൽ കാണുന്ന മീൻ കേട്ടോ, അക്വേറിയം ഷോപ്പ് കാണുന്ന മീനാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് മൊത്തം. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചങ്ങോട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പെറ്റ്സ് ആനിമൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കാണാനാണ് പോകുന്നത്. പട്ടി, പൂച്ച, അതുപോലെ ഇഗ്വാന, അങ്ങനെയൊക്കെ കുറേ സാധനം ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം നമ്മൾ അതിനൊക്കെ ഒന്ന് കാണണം. അതുപോലെ ബേഡ്സ്, അവർ പറഞ്ഞ ശരി കേട്ടോ. ഇതിൻ്റെ ഇവിടുത്തെ ബേഡ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് നമ്മളെ ലവ് ബേഡ്സാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ലവ് ബേഡ്സാണ്. ഇതിൻ്റെ ലവ് ബേഡ്സ് ഉണ്ട്. പിന്നെ നമ്മളെ വിഞ്ചസ് ഉണ്ട്. വിഞ്ചസ് നമ്മളെ വീട്ടിൽ കൂട് പറ്റില്ല, അതിൻ്റെ ഒരു വേറെ ടൈപ്പ് ആട്ടോ, അതിൻ്റെ വെറൈറ്റി ആണ് ഇത്. ഈ നമ്മുടെ വീട്ടിൽ കിട്ടിയ വിഞ്ചസിൻ്റെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം ആട്ടോ. നമ്മൾ കൂട് കിട്ടിയിരിക്കുന്ന വിഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൗണിലെല്ലാം കാണുന്ന അതേപോലത്തെ ഒരു വിഞ്ചസ് ആണ്. നമ്മളെ വീട് കിട്ടിയ അതേപോലത്തെ ഒരു വിഞ്ചസ് ആണ് ഇത്. പിന്നെ ഒരുപാട് നമ്മളെ പാരറ്റ് തത്തകളുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി ആയിട്ട് തത്തകളുണ്ട്. ആഫ്രിക്കൻ തത്ത, മറ്റേ അങ്ങനെ എന്തൊക്കെ ഇതിൻ്റെ പേര് കാറ്റൊന്നും നമുക്ക് അറിഞ്ഞിടാം. നമ്മൾ ഈ വേർഡ്സിനെ പറ്റി അങ്ങനെ വലിയ എന്തല്ല നമ്മളാണെങ്കിൽ പേര് എഴുതി വെച്ചിട്ടില്ല കേട്ടോ അവർ ഇങ്ങനെ, അല്ലെങ്കിൽ സ്റ്റിക്കർ ചെയ്ത് വെക്കണമായിരുന്നു. ഇത് ഇന്ന ബേർഡാണ്. മയിൽപ്രാവൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണല്ലോ മയിൽപ്രാവ്. വലിയ പ്രാവൊക്കെ ഇട്ടുണ്ടാ. ജാഹാനൂസ് പുസ്തകത്തിൽ നോക്കിയിട്ട് ഇത് നമ്മൾ PG എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ഇപ്പോൾ ചോദിച്ചാൽ അവൻ പറയും PG എന്നാന്ന് പറയും കേട്ടോ. അവനിപ്പോൾ ഇതൊക്കെ അറിയാം, പ്രാവിൻ്റെ ഇംഗ്ലീഷൊക്കെ അറിയാൻ പഠിച്ചു തുടങ്ങി. ഒരുപാട് പ്രാവുണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രാവുണ്ടേ. ഇവിടെയൊക്കെ ഉണ്ട് ഫുള്ള് പ്രാവ്, ഫുള്ള് സെറ്റാട്ടാ. ശരിയാ അവർ പറഞ്ഞത് ശരിയാട്ടോ. അങ്ങ് ദൂരത്ത് കുതിരയുണ്ട് കേട്ടോ, കുതിര. അപ്പോൾ കുതിരേനെ കാണാം. ഞാനൊരു കുതിരേൻ്റെ അടുത്തൊരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് സെറ്റാക്കണം. കുഞ്ഞ് എലിക്കുട്ടീനെ പോലെ ഉണ്ടല്ലോ. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇതൊന്നും ഇവർ പേരൊന്നും എഴുതി വെക്കത്തിനോട് മൊത്തം പേരൊന്നും എഴുതിച്ചില്ല കേട്ടോ. ഫുള്ള് സെറ്റ് സംഭവമൊക്കെയാണ്. പക്ഷേ പേര് കാര്യങ്ങൾ കൂടി വെച്ചിരുന്നെങ്കിൽ വേറെ ലെവലാണ്. ഇതാണ് പറഞ്ഞ പെറ്റ് ക്യാറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം. ഒരുപാട് ക്യാറ്റ് ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ മൊത്തം പൂച്ചയാണേ. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല സ്മെല്ലാണ്, നല്ല സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പൂച്ച വലിയ കൂട്ടിലാക്കി വെച്ച് കേട്ടോ. എല്ലാവരും കുതിരേൻ്റെ അടുത്താട്ടോ. കുതിരേൻ്റെ അടുത്ത് പോയിട്ട് അവർ തൊടുന്നതും തടയാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ കുതിര ഭയങ്കര പാവാട്ടോ. ഭയങ്കര പാവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തൊടാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ നിന്ന് കൊടുക്കുന്നത്. നല്ല അടിപൊളി കുതിര കേട്ടോ, നല്ല ഇണക്കമുള്ള കുതിര. ചില കുതിരകളെ നമ്മൾ തൊടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിക്കായിരിക്കും, കറാട്ടയിൽ ഹൂഹാ എന്നൊക്കെ പറഞ്ഞൊരു കിക്കായിരിക്കും. ഇതൊന്നുമില്ല. നമ്മൾ ഒട്ടപക്ഷി, മരുഭൂമിയിൽ ഒട്ടകപക്ഷിയല്ല, ഒട്ടകണ്ടേ. കുറേ ആൾക്കാർ ഒട്ടകത്തിൻ്റെ ആയിരുന്നു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒട്ടകം. തൊടുന്നൊക്കെ ഉണ്ടല്ലോ ഒട്ടകത്തിന്. വേണ്ട തൊണ്ട കടിച്ചിട്ടുണ്ടെ പ്രശ്നമായിരിക്കേ. കണ്ട ഞാൻ പറഞ്ഞില്ല, അവരോട് വേണ്ടാന്ന് പറഞ്ഞാൽ അവർ പിന്നെ വെച്ചാൽ അതാ കടിക്കാൻ നോക്കിയിട്ടാ. ഇവിടെ നമ്മളെ ഈ സൈഡിലൊക്കെ ഫുള്ള് കോഴിയാണേ, മൊത്തം കോഴിയുണ്ട് ഈ സൈഡിൽ. മൊത്തം കോഴീനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം കോഴികൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോഴികളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്താ പറയുക വീഡിയോസിൽ, നമ്മളെ ഇംഗ്ലീഷ് വീഡിയോസിൽ കണ്ടിട്ടുള്ള തരത്തിലുള്ള കോഴിയാണ് കേട്ടോ. അടിപൊളി കോഴി, ലുക്കുള്ള കോഴി, നല്ല മൊഞ്ചനായിരിക്കുന്ന കോഴി. നമ്മൾ ഈ 100 കിലോന് 150 പറഞ്ഞിട്ട് ടൗണിൽ നിന്ന് വാങ്ങുന്ന കോഴിയല്ല, അടിപൊളി കോഴി. ഇതിൻ്റെയൊക്കെ വില കെട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ കിട്ടും. അടിപൊളി ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു കൂടാട്ടോ. അത് ലവ് ബേർഡ്സ്, അതുപോലെ പ്രാവ് എല്ലാം ഉള്ള. എനിക്ക് ഇതുപോലൊരു കൂട് നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യണം ഭയങ്കര ആഗ്രഹമാട്ടാ. ഇതുപോലത്തെ അടിപൊളി. ഇതിന് കൂടല്ല, ഇതിന് എന്താ വേറെന്തോ ഒരു പേര് പറയും, ഇങ്ങനെ എല്ലാ പക്ഷികളുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളെ ഒരു പോണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വലിയ മീൻ കാര്യങ്ങളുണ്ടോ? ഉണ്ട് മീനുണ്ട്. വലിയ മീനുണ്ട് കേട്ടോ. ഒറ്റ നാണല്ലുള്ളൂ, ഒരു മീനായിട്ടുള്ളൂ. അപ്പുറത്തെ സൈഡിലൊരു വാട്ടർ ഫോൾ കാണുന്നുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നോക്കാം. അതുപോലെ ഇവിടെ ഒരു ബ്രിഡ്ജ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടി കയറിയിട്ട് നമുക്ക് അങ്ങപ്പുറത്തേക്ക് വരാം. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സെറ്റപ്പാട്ടാ. ഫ്ലെക്സാണ് ബേക്കിൽ വെച്ചത്. പക്ഷെ അതും കൂടി നല്ല അടിപൊളി ഗാർഡൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നേ വന്ന് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സംഭവമൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അടിപൊളിയാവാനോ.
ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ള പരിപാടി ആയതുകൊണ്ട് ഫുള്ള് ഫ്ലെക്സ് വെച്ചിട്ടാണുള്ള ഇതുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ഇത് അരയനൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രേമദൂത് കൊടുത്തു വിട്ടാലോ ഒരു അടുത്ത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഒരു പ്രേമദൂത് കൊടുത്തിട്ട് അരയനത്തിൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ നിന്നിറങ്ങി നമ്മൾ നേരെ തിരിച്ച് പുറത്തേക്ക് നമ്മളെ പീറ്റത്തൊട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടാ. പീറ്റത്തൊട്ടിൽ വേറെ ലെവൽ പീറ്റത്തൊട്ടിലാണേ, പറയാൻ പറ്റൂല, അത്രയ്ക്ക് ഭംഗിയായിട്ടാണ്. കറങ്ങുന്ന സമയത്ത് ഈ പീറ്റത്തൊട്ടിലെ കാണാൻ നല്ല. അവരാണ് ട്യൂബ് കൊണ്ട് ഫുള്ള് സ്റ്റാർസിനെയും അതുപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അടുത്ത ഒരു ടൊറാട്ര സാധനം ഉണ്ട് ഇങ്ങനെ ഇതാക്കുന്ന, അത് കയറണം പറഞ്ഞിട്ട് അവരിൽ ക്യൂ നിൽക്കുന്നുണ്ട് ജിത്തിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനൊന്നും കാര്യമില്ല സത്യത്തിൽ. ഞാൻ ഭയങ്കര പേടിത്തൊണ്ടനായിട്ട് ഇങ്ങനെ മാറി നിൽക്കാം. ഞാൻ നിങ്ങൾ കാര്യമോ ഞാനില്ലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ടാണ്. അപ്പോൾ ധ്യാനം സിനിമയിൽ കയറണം തന്നെ. അപ്പോൾ അതിൽ ഒന്ന് കയറ്റി കൊടുക്കാമെന്ന് വെച്ചിട്ട് അതിനെ കാറിലൊന്ന് കയറ്റി. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മളിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പറക്കുന്ന പോലെയുള്ളൊരു സംഭവമുണ്ട്, ഇത് ഐസാനോ. അപ്പോൾ ഇതിൽ കയറണം എന്ന് പറഞ്ഞ് അതിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ആദ്യം ഭയങ്കര സ്ലോയിലാട്ടോ പോവാ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റിലല്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ പറന്ന് പോകട്ടാ. നല്ല സ്പീഡ് വരുന്ന സമയത്ത് അതിങ്ങനെ സ്ട്രെയിറ്റായി കിടക്കും. നമ്മളിങ്ങനെ വീഴാൻ പോകുന്നതിനോട്ടുണ്ടാവും കേട്ടോ. അടിപൊളി സെറ്റപ്പാട്ടോ ഇത്. പക്ഷെ ഭയങ്കര പേടിയാട്ടോ. പിന്നെ ഒടുക്കത്തെ റേറ്റ്, അതാണ് മെയിൻ പ്രശ്നം. എല്ലാത്തിനും 100 കുറഞ്ഞ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇതിൻ്റെ അടുത്ത് കംപ്ലീറ്റ് 100 വേറെ ഒരു പരിപാടിയില്ല, 100. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്ത അവർ ഇതിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ കറങ്ങ്, ഞാൻ ഇപ്പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് എന്തായാലും ഇത് കാണണം, മുഴുവനായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് കാണാണ്ട്, കാരണം ഒന്ന് സ്ട്രെയിറ്റായി നിൽക്കുന്ന നിങ്ങളൊന്ന് കാണിച്ചെന്തെങ്കിലും മോശമല്ലേ. ഒന്ന് സ്ട്രെയിറ്റായി സ്പീഡാകുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റായി നിൽക്കട്ടെ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കര സ്പീഡിലാട്ടോ പോകുന്ന സംഭവം ഡേഞ്ചർ തന്നെയാട്ടോ ഇത്. സംഭവം വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നല്ല ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. അതിങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെരിഞ്ഞ് പോകട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ അടുത്ത ടിക്കറ്റ് എടുക്കണം. നമ്മൾ കണ്ട എല്ലാത്തിനും 100 കുറഞ്ഞുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല. 100. പിന്നെ ഒരു കാര്യമുണ്ട്, ചേഞ്ചിന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം 100 രൂപ ഉണ്ട്, ഇല്ലേ 60, 80 എന്നെല്ലാം പറയുമ്പോൾ ചേഞ്ച് നോക്കേണ്ടി വരും. ഈ കൊല്ലം വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ എല്ലാ കൊല്ലം മറ്റേ ഒരു ഡോഗിൻ്റെ ഷോ ഉണ്ടാവുന്നത്. മറ്റൊരു സംഭവമാണ്. ഇതിൽ കയറിയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് വീഡിയോ എടുത്താണ്. ഇതിൽ കയറ്റിയില്ല, കാരണം ഇത് ഭയങ്കരമായിട്ട് കറക്കലെന്ന് പറഞ്ഞാൽ 1.5 കറക്കല കേട്ടോ. തല കറങ്ങിയിട്ട് താഴെ കിടക്കും മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ കയറ്റിയില്ല കേട്ടോ. അപ്പോൾ ജിത്തിക്കാണ് എല്ലാം തന്നെ മറ്റേ ഇതിൻ്റെ പ്രശ്നമില്ല, മൈഗ്രെയിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ഇതിൽ കൂടി കയറിയിട്ടുണ്ടെങ്കിൽ കറങ്ങി അടിച്ച് താഴെ കിടക്കും. ഞാൻ എടുത്ത് കൊണ്ടുവരേണ്ടി ചന്തയിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ട് കയറ്റിക്കില്ല. കാരണം ഇത് മൊത്തമായിട്ട് അടിച്ച് ഇളക്കല, മൊത്തം പരിപാടി കറക്കി ഇളക്കല. അപ്പോൾ അതിൽ കയറ്റിയിട്ടില്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് വീഡിയോ എടുത്ത് മാത്രം. എല്ലാം കൂടി ഇവിടെയുള്ള മൊത്തം സാധനങ്ങളൊന്ന് കാണിക്കണ്ടേ. അപ്പോൾ ഇനി അടുത്ത നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ ഒരുപാട് പീറ്റത്തൊട്ടിൽ കേട്ടോ. മൊത്തം പീറ്റത്തൊട്ടിൽ, തോണിത്തൊട്ടിൽ, ഒരു തോണിത്തൊട്ടിൽ ഇവിടെ സെറ്റ് ഉണ്ടാ. ഓരോരോ തോണിത്തൊട്ടിൽ ഫുള്ള് വേറെ എന്താ പറയുക, 3-4 തോണിത്തൊട്ടിലുണ്ട്. 3 തോണിത്തൊട്ടിലുണ്ട് കേട്ടോ മൊത്തത്തിൽ. അതുപോലെ 3 പീറ്റ, ഫുള്ള് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് സെറ്റ്. അടുത്ത ട്രെയിൻ വരുന്നുണ്ട്. ഇതിലൊക്കെ കയറി കേട്ടോ. ധ്യാനസ് ഇതിലൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ പരിപാടിയായിട്ട് ധ്യാനസ് ഇതിലെല്ലാം കയറി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല PPL ഉണ്ട്, പൂന്ന് പറഞ്ഞിട്ട് PPL അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി പരിപാടി എന്ന് വെച്ചാൽ അടുത്ത നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകണമെന്ന് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കംപ്ലീറ്റുള്ള. അതുപോലെ തന്നെ നേരത്തെ മരണക്കിണറിൻ്റെ കാര്യം നമ്മൾ മരണക്കിണർ കയറിയിട്ടില്ല കേട്ടോ, കാരണം അത് കയറിയില്ല. പിന്നെ കയറാണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അതിന് മേലെ കാര്യം നമുക്ക് പേടി കേട്ടോ. അതുപോലെ നിങ്ങൾ കണ്ട മൊത്തം 3 പീറ്റത്തൊട്ടില്ല. ഒന്ന് അങ്ങ് കറങ്ങുന്നു, ഒന്ന് ഇവിടെ ഉണ്ട് ഒരു പീറ്റത്തൊട്ടിൽ, തോണിത്തൊട്ടിൽ. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു തോണിത്തൊട്ടിലുണ്ട്, 3 തോണിത്തൊട്ടിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പീറ്റത്തൊട്ടിൽ അങ്ങ് നിന്ന് കറങ്ങുന്നതാ 3-4 പീറ്റത്തൊട്ടിലുണ്ട്. മൊത്തം ഫുള്ള് വേറെ ലെവൽ സംഭവം എന്ന് പറഞ്ഞപ്പോൾ വേറെ ലെവൽ സംഭവം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു കുലുക്കി അടിക്കാൻ തിരിച്ചിട്ട് കുലുക്കി സർബത്ത്, നമ്മളെ കോഴിക്കോടിൻ്റെ സ്വന്തം കുലുക്കി സർബത്ത് കട്ട എന്ന് പറഞ്ഞാൽ കേട്ടോ അടിക്കുന്ന ആകാശത്തേക്ക് പറപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങ് വേണ്ട വേറെ വീട്ടിൽ. അപ്പോൾ ധ്യാനൂസിനെ കൊണ്ട് ആകെ നമ്മൾ അവനിതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നേരെ ഇനി നമ്മൾ ഫ്രണ്ടോട്ട് പോകുന്ന വെച്ചാൽ നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല, നമ്മളെ എടുത്തങ്ങ് പോകട്ടെ. അത്രയ്ക്ക് അങ്ങനെ നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതി. തള്ളി നമ്മളങ്ങനെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇനിയിപ്പം നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നേരെ പിന്നെ ധ്യാനൂസ് പോകുന്ന പോക്കിൽ പെട്ടെന്ന് അവൻ പച്ച കുത്തുന്ന കണ്ടു കേട്ടോ. പച്ച കുത്തുന്ന പറഞ്ഞാൽ അവന് ഭയങ്കര ആഗ്രഹമാണ്. മെസ്സിയും റൊണാൾഡോ 7-10 അവൻ്റെ ഭയങ്കര മെസ്സി റൊണാൾഡോ എന്ന് എപ്പം പറയും.
അപ്പോൾ ഇവിടെ ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞ മെസ്സി ഉണ്ട് റൊണാൾഡോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനൊരു പച്ച കുത്തുന്നുണ്ട്. അപ്പോൾ അവന് പച്ച കുത്തുന്ന സമയത്ത് നൈനി പറഞ്ഞ എനിക്കും കുത്തുന്നു എൻ്റെ നൈനി കുത്തി. സത്യത്തിൽ നൈനിയാണ് ഫസ്റ്റ് കുത്തിയേട്ടാ. അപ്പോൾ അതിന് ശേഷമാണ് ധ്യാനൂസിന് കുത്തണമെന്ന് പറഞ്ഞത്, മെസ്സി റൊണാൾഡോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളെ ഫുള്ള് എന്താ പറയുക പോപ്കോൺ കാര്യങ്ങളൊക്കെ ഫുള്ളുണ്ട്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഭക്ഷണം നല്ല സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മൾ കോളിഫ്ലവർ പിന്നെ ഇതൊക്കെ ഉള്ള കേട്ടോ. അമ്പോ ജനങ്ങളെന്ന് വെച്ചാൽ ഇമാതിരി ഒരു ജനങ്ങളെ കാണാൻ പറ്റില്ല. കാരണം അത്ര ജനം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം ആൾക്കാരുണ്ട് വിളി. അത്ര ആൾക്കാരുണ്ട് ഇവിടെ മൊത്തത്തിൽ ആൾക്കാരാട്ടോ. ഒരു രക്ഷയില്ല. പരിചയമുള്ളതും പരിചയമില്ലാത്തതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫുള്ള് ആൾക്കാരാട്ടോ. മൊത്തത്തിൽ ആൾക്കാർ ഏതൊക്കെ ലോകത്തുനിന്ന് ആൾക്കാർ വന്നതെന്നുള്ളത് ചേട്ടാ. എനിക്ക് തോന്നുന്നു വടകര താലൂക്കിലെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും ജനങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളെ PP അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇതാട്ടോ നമ്മളിപ്പോൾ പോകുന്നതാണ് മെയിനായിട്ട് വരുന്ന എൻട്രൻസ് ഭാഗത്തൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ബേക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ സാധാരണ മെയിൻ റോഡ് വഴി നമുക്ക് മറ്റ് ഫ്രണ്ട് എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അത് നമ്മൾ പോകുന്ന സമയത്ത് എന്തായാലും കാണിച്ചു തരും കേട്ടോ. എൻട്രൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് എന്തായാലും കാണിച്ചു തരും. കാരണം ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബേക്കിൽ കൂടിയാണ് വന്നത്. നമ്മൾ ഇനി ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകുന്നത് വെച്ചാൽ ഇത് പോകുന്ന പോക്കിൽ നമുക്ക് വിശക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ചായയൊക്കെ കുടിക്കണം. അപ്പോൾ ഇവിടുന്ന് കളിപ്പാട്ടത്തിൻ്റെ ഒരു ഭാഗമാട്ടെ. ഇനി ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഫുള്ള് ടോയ്സ് മൊത്തം കുട്ടികളെ പറ്റിക്കുന്ന ഭാഗമാട്ടെ ഇവിടെ മൊത്തം. കാരണം അമ്മാതിരി വിലയാട്ടാ ടോയ്സിനൊക്കെ. ഒടുക്കത്തെ റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒടുക്കത്തെ റേറ്റ് ആട്ടാ. പിന്നെ ധ്യാനൂസിനാണെങ്കിൽ പിന്നെ അറിയാമല്ലോ, ധ്യാനൂസിൻ്റെ സ്വഭാവം നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അവൻ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് അത് എങ്ങനെയെങ്കിലും അത് വാങ്ങിപ്പിക്കുമേ. അങ്ങനെ ഞങ്ങൾ 2 കാറ് വാങ്ങി. പിന്നെ ഒരു എന്താ പറയുക സാധനത്തിൻ്റെ പേരും പറഞ്ഞല്ലോ, ഒരു ടോർച്ച് പോലത്തെ ലേസർ ടോർച്ച് പോലെ തന്നെ വേറെ ലേസറല്ല, ഒരു ലേസറല്ലാത്ത വേറെ ടോർച്ച് ഉണ്ട്, കളർ ബൾബ് കത്തുന്നത്. അതുപോലത്തെ ഒരു ബൾബിൻ്റെ ടോർച്ച് വാങ്ങി കൊടുത്ത്. പിന്നെ ഒരു ലോറിയും പിന്നെ ഒരു JCB വാങ്ങി. അപ്പോൾ എല്ലാം വാങ്ങി നാൾ നമുക്ക് പറഞ്ഞ് പോകാൻ തന്നെ. അങ്ങനെ അവനെ അവിടെ നിന്ന് കിട്ടിച്ച് വലിച്ചിട്ട് വരുന്നില്ല അവനെ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പിന്നെ ഇപ്പം പെൺകുട്ടികളെ ഭാഗം ഇങ്ങേ സൈഡിൽ മൊത്തം പെൺകുട്ടികളുടെ സൈഡാണ് കേട്ടോ. മൊത്തം ഇങ്ങേ സൈഡിൽ ആൺകുട്ടികൾ ഇങ്ങേ സൈഡിൽ പെൺകുട്ടികൾ. മൊത്തം ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം ഇങ്ങനെ ഓരോരോ റോ ആയിട്ട് ഉള്ളിലോട്ട്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ചെറിയൊരു ഭാഗമാണ് ഇതിൻ്റെ വളച്ചന്തേൻ്റെ ചെറിയൊരു ഭാഗമായിട്ടാണ് കാണിച്ചിട്ടുള്ളൂ. കാരണം കാണിക്കാൻ പറ്റില്ല, അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ അത്രയ്ക്ക് ജനാട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, അങ്ങേ ഭാഗത്തൊന്നും നമ്മൾ പോകുന്നേ ഇല്ല. കാരണം പോകാൻ പറ്റില്ല ഗൈസ്. എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജനാ. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീണ്ട് കിടക്കുക. ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടി കറങ്ങി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ അങ്ങൊന്നും പോകുന്നില്ല, നമ്മൾ നേരെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്ത് ആ ഒരു ഭാഗത്ത് മൊത്തം അലുവ, പൊരി, ബേക്കറി ഐറ്റംസ് ഈ സാധനമാണ്. അലുവയും പൊരിയും. ഓർക്കാട്ടൊരു ചന്തയിൽ പോയാൽ പണ്ടേ ഉള്ള സംഭവമാണ് അലുവയും പൊരി. പണ്ടൊക്കെ നമ്മളെ ഈ ഇവിടെ ഒന്നുണ്ട്. ധ്യാനൂസിൻ്റെ കയ്യിൽ കണ്ട അതിന് സാധനങ്ങൾ കിട്ടിയപ്പോൾ ഡാൻസൊക്കെ ആയിട്ടാ ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ടാവേ. സ്പൈഡർമാനൊക്കെ പിന്നെയും വേണമെന്നുണ്ട്, പിന്നെയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ഈ ബേക്കറി കാര്യങ്ങളൊന്നും വളരെ കുറവായിരിക്കുമല്ലോ. അന്നൊക്കെ നമുക്ക് അലുവയും പൊരിയൊക്കെ കിട്ടണമെന്നുണ്ട് ഈ ഒരു ചന്ത വരണം കേട്ടോ. അപ്പോൾ ഈ ചന്തയിൽ നിന്നാണ് നമുക്ക് അലുവ കിട്ടുക. ഇന്നൊക്കെ എല്ലാ ബേക്കറിയിലും അലുവ കിട്ടും. പക്ഷെ അന്നെന്ന് വെച്ചാൽ അലുവ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചന്ത വരണം. പ്രത്യേകിച്ച് കോഴിക്കോടൻ അലുവ എന്നല്ല, എല്ലാ അലുവ കിട്ടണമെന്നുണ്ടെങ്കിൽ ചന്ത വരണം കേട്ടോ. ഇന്ന് നമുക്ക് ആ അലുവേൻ്റെ ഒന്നും ഒരു വിലയില്ല. കാരണം നമുക്ക് എപ്പോൾ പോയാലും ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അലുവക്കൊന്നും ഒരു വിലയില്ല. അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മൾ അവിടെ നിന്ന് കാലം വാങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള ചന്തയിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ ഒരു റോഡ് നേരെ കാർത്തേപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന കേട്ടോ. കാർത്തേപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇത്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ കുറിഞ്ഞാലോട് കാർത്തേപ്പള്ളി അങ്ങേക്ക് പോകുന്ന റോഡാട്ടോ ഇത്. അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് വരുക ഇത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മളിനി ഓർക്കാട്ടൊരു ഭാഗത്തേക്കാട്ടോ നടക്കണ്ട. ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള വഴി. അടിക്ക് ഒന്നുകൂടെ അടിക്കേ ബോളടിക്കുന്നു പറഞ്ഞേ. അപ്പോൾ ഈ ഒരു ഭാഗത്താട്ടോ ഇനി നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ 2 സൈഡും ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ തെരുവ് എന്താ പറയുക, തെരുവ് കച്ചവടം എന്ന് പറയുന്നില്ല, അതുപോലെയുള്ള സംഭവട്ടെ. സൈഡിൽ മൊത്തം ഫുള്ള് 2 സൈഡിൽ മൊത്തം കച്ചവടക്കാരാണ്. അലുവൻ്റെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ വത്തൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ചെറിയ കടക്കാർ കുറേ ഉണ്ട്. അങ്ങനെ 2 സൈഡിലും മൊത്തം പലതരത്തിലുള്ള ഐസ്ക്രീം കാര്യങ്ങളൊക്കെ. ധ്യാനൂസിനാണ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടാട്ടാ. ധ്യാനൂസിന് വേണ്ട, ഞാൻ പറഞ്ഞ് വാങ്ങിക്കില്ല. കാരണം 2 സൈക്കിളിലും കവക്കെട്ടായിട്ട്. അപ്പോൾ ഇവിടെ ഇത് വേറെ ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ അതുപോലെ ഞങ്ങൾ നിറന്ന് വരുന്നേരം പിന്നെ ഇവിടെ ഒരു പട്ടിക്കുട്ടിനെ കണ്ടിട്ടാ. ഈ പട്ടിക്കുട്ടി ഇങ്ങനെ തലയാട്ടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ പപ്പ അതൊക്കെ ഒന്ന് വാങ്ങണം. ഞാൻ ശാന്തിൻ്റെ മോനെ അത് നമുക്ക് നമ്മളെ കാറിൽ വെച്ചാൽ പിന്നെ ഇങ്ങനെ തലയാട്ടി കളിക്കൂലേ കാറിൽ വെച്ചാലെന്ന്. അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊന്ന് വാങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വത്തൊക്കെ ഒന്ന് വാങ്ങുന്ന വെച്ചാൽ വത്തൊക്കെ ഒന്ന് വാങ്ങി. ഇനിയിപ്പോൾ അച്ഛന് കുറച്ച് ചെടീൻ്റെ വിത്ത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെടീൻ്റെ വിത്ത് വാങ്ങാൻ, ചെടിയല്ല പച്ചക്കറിൻ്റെ വിത്ത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ പച്ചക്കറി വിത്ത് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മളെ ഇതിൻ്റെ ഗാർഡൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോകണേ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ റേറ്റ് കുറവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചന്തയിലായതുകൊണ്ട് റേറ്റ് കുറവാന്ന് ഇവിടുത്തെ ചെന്ന് നോക്കട്ടെ. ഇനിയിപ്പം ഇവിടുന്ന് വിത്ത് വാങ്ങിയാൽ മുളക്കോ ഇല്ലോ എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും വാങ്ങണം. ഇവിടെ വിത്തുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് വിത്ത് കാര്യങ്ങളൊക്കെ വാങ്ങി. ഇവിടെ പക്ഷേ വലിയ ചെടിയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ വിത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് അച്ഛന് മറ്റേ ഒരുപാട് വിത്ത് വേണമെന്നാണ് എനിക്ക്. അങ്ങനെ അമ്മ എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. വിത്തൊക്കെ ചേട്ടൻ നല്ല നല്ല എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ കാരണം ഇവിടുന്ന് നമുക്ക് പിന്നെ ഓൺ വോയിസ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയും സൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ വോയിസ് വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ നമ്മൾ പിന്നെ വീട്ടിലെത്തിയിട്ട് നമ്മൾ സൗണ്ട് കൊടുക്കുന്ന കേട്ടോ. കാരണം നമുക്ക് പറ്റൂല, അത്രയും സൗണ്ടാണ് പുറത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് നമ്മൾ ഓർക്കാട്ടിരി ടൗണിലെത്തി കേട്ടോ. ഇതാണ് ഓർക്കാട്ടിരി ടൗൺ റോഡ്. ഇവിടെ നിന്നാണ് നമ്മൾ വടകര ഓർക്കാട്ടിരി ഹൈവേ ആട്ടോ. ഇത് വടകരയിൽ നിന്ന് നാദാപുരം വടകര ഓർക്കാട്ടിരി ഈ റോഡിൻ്റെ സൈഡിലാണ് വരുന്നത്. കാർത്തേപ്പിള റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നുണ്ടെങ്കിൽ വേഗം വന്നോ. നാളെ മറ്റന്നാൾ കൊണ്ട് തീരും കേട്ടോ. അതായത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 5-ാം തീയതിക്ക് തീരും ഇവിടുത്തെ മൊത്തം പരിപാടി. അപ്പോൾ പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ വന്നോ. 5-ാം തീയതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 6-7 വരെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടെല്ലാം വരുന്ന ആൾക്കാരിൽ പെട്ടെന്ന് തന്നെ വന്നോ. ഇനിയിപ്പോൾ നാളെ നേരെ ഒരു ഭക്ഷണം കഴിക്കണം എന്ന് വെച്ച് നേരെ ഹോട്ടലിൽ കയറി കേട്ടോ. ഹോട്ടലിൽ കയറി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരണം, അതുവരെ വെയിറ്റിംഗിലാണ്. കാരണം അത്രയും ആൾക്കാരുണ്ട്. നമ്മൾ മന്തിയാവട്ടെ ഓർഡർ ചെയ്ത്. അവർ പറഞ്ഞൊരു 10 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്ന വർത്താനൊക്കെ പറഞ്ഞു. ചന്തേൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളെ ചോറ് വരേണ്ട താമസം എല്ലാവരും അകത്താക്കാൻ തുടങ്ങി. അപ്പം വീഡിയോ എടുക്കാനൊന്നും സമയമില്ല. അപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും എടുത്തിട്ട് കഴിച്ചാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് നമ്മളെ ഇതാ ചന്തേൻ്റെ വിശേഷങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങളങ്ങനെ നേരെ ചന്തയിലൊക്കെ പോയി നേരെ തിരിച്ച് ഭക്ഷണം കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തിട്ടാ. അപ്പൊ ജാനിസ എങ്ങനെ ഉണ്ടായിരുന്നു ചന്ത? പറയാൻ തന്നെ മുന്നേ അടിപൊളിയാണ്. അടിപൊളിയാ? ഇഷ്ടായാ? സെറ്റായാ? അവകാശം വരെ നമ്മള് വീഡിയോ ഒന്നും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ വീണ്ടും നല്ല അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ.